ഗൈസ് ഒരു രക്ഷയില്ല, ഫുൾ ക്രൗഡ് ഹായ് ഹലോ നമസ്കാരം. നിങ്ങളെല്ലാവരും ഇന്നത്തെ തമ്പനയിലും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ പൊളിക്കാൻ വേണ്ടി പോവാണ്. ആരുടെ കൂടെയാണ്? നമ്മുടെ സ്വന്തം ബോച്ചയുടെ കൂടെ. ബോച്ച വരുന്നത് നമ്മുടെ റോൾസ് റോയ്സിലാണ്. എന്തിനാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടപ്പടിയിലാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ വളരെ രസകരമായിരിക്കും, എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ആ കാഴ്ചകളിലേക്കൊക്കെയാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഉദ്ഘാടന പരിപാടിയാണ്, നമ്മുടെ ഫസ്റ്റത്തെ ഉദ്ഘാടന പരിപാടി നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഫുള്ള് വീഡിയോയും കാര്യങ്ങളും നിങ്ങളിലോട്ട് എത്തുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലെ ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. അപ്പോൾ എൻ്റെ പുറകിലെ ഈ ഒരു വലിയ ഫർണിച്ചർ ലോകം നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ എന്തായാലും എൻ്റെ കൂടെ നിങ്ങളെയും ഞാൻ ഈ ഒരു ലോകം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ് കേട്ടോ. ഓ ഗൈസ്, ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നില്ലേ നമ്മുടെ ബോച്ച വരുമെന്ന്. അപ്പോൾ നമ്മുടെ എറ ഫർണിച്ചറിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. അതുപോലെ തന്നെ ഭയങ്കര ക്രൗഡാണ് കേട്ടോ. പിള്ളേരൊക്കെ എന്തായാലും സ്കൂൾ വിട്ട് വന്നിട്ട് നമ്മുടെ പയ്യന്മാരെല്ലാവരും ഈ സൈഡിലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഈ നാട്ടുകാരെല്ലാവരും വന്നിട്ടുണ്ട്. അതുപോലെ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, ജംഗ്ഷനിൽ നിന്നാണ് നമ്മുടെ ബോച്ചയ്ക്ക് വരുന്നത് കേട്ടോ. പവറാണ് കേട്ടോ. എൻ്റെ പൊന്ന് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ക്രൗഡാണ് കേട്ടോ. പയ്യന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംമാതിരി പയ്യന്മാർ ബോച്ചനെ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുന്ന ആൾക്കാരാണ് കേട്ടോ എല്ലാവരും. ഇതൊക്കെ മൊത്തം ബ്ലോക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോക്കസിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഫോക്കസിൻ്റെ ഫ്രണ്ടിലാണ് ഈ ഒരു ഷോറൂം വന്നേക്കണേ. അപ്പോൾ എന്തായാലും ബോച്ചയ്ക്കുള്ള കഠിന വെയിറ്റിങ്ങിലാണ്. നല്ല സൗണ്ടും കാര്യങ്ങളുണ്ട്. അപ്പോൾ മാക്സിമം കാര്യങ്ങളൊക്കെ നിങ്ങളോട് എത്തിക്കാം. നമ്മുടെ കുറേ സബ്സ്ക്രൈബർ മച്ചാന്മാരൊക്കെ വന്നായിരുന്നു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്, ഒരു രക്ഷയില്ല. അപ്പോൾ അപ്പുറത്തൊരു കവലുണ്ട്, അവിടെ നിന്നാണ് ബോച്ച ഇങ്ങോട്ട് വരണം കേട്ടോ. അപ്പോൾ പോലീസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ബോച്ച വന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് എത്തിക്കുന്നതാണ് കേട്ടോ. ബോച്ചതേ വന്നിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഫ്രണ്ടിൽ ബൈക്ക് റാലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ ലെവലാണ്. ഓക്കെ, ഹൈ ക്രൗഡാണ്. ബോച്ച ഇവിടെ എത്തിയിട്ടുണ്ട്. ബോച്ചയുടെ റോൾസ് റോയ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ വണ്ടി കയറില്ല കേട്ടോ. ആരാധകരെ ശാന്തരാവും. ആരാധകരെ ശാന്തരാവും. ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ബോച്ച് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ കോട്ടപ്പടിയുടെ മണ്ണിലെത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സിനിമാ താരങ്ങളോടൊപ്പം അല്ലെങ്കിൽ അവരെക്കാൾ ഏറെ ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം വേദിയിലേക്ക്. ഒരു രക്ഷയില്ല, ഫുൾ ക്രൗഡ്. എൻ്റെ മോനെ ബോച്ച വന്നിട്ട് എൻ്റെ മുന്നേ ഒരു രക്ഷയില്ലാത്ത ക്രൗഡാട്ടോ ഇവിടെ. പിള്ളേരൊക്കെ എന്താ അന്യായ ഓളോട് ശരിക്കും പറഞ്ഞാൽ ഇതാ ഒരു സിനിമാതാരം വന്നതിനേക്കാൾ ഓളാണ്ടോ.
അപ്പോൾ ഇമാതിരി ഉദ്ഘാടനം എന്ന് പറയുന്നത് ഇതൊക്കെ കോട്ടപ്പടിയിലെ മൊത്തം ആൾക്കാർ ഇളകി ഇവിടെ വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാട്ടോ, ആള് വേറെ ലെവലാട്ടോ, ഭയങ്കര എനർജിയാണ് ആൾക്ക്. അതൊക്കെ ഞാൻ കൂടുതൽ അങ്ങനെ നമ്മുടെ ബോച്ചയുടെ റോൾസ് റോയ്സ് ഉണ്ടോ, ബോച്ചയുടെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ, അപ്പോൾ വണ്ടി കാണാൻ വേണ്ടി ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ കാണിച്ചു തരാം. നമ്മുടെ ബോച്ചയുടെ കാർ കേട്ടോ, റോൾസ് റോയ്സ്. സംഭവം ഒന്ന് കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, അത് ഇന്നാണ് നടന്നത്. ഫോട്ടോ എടുക്കാൻ വേണ്ടി പൊരിഞ്ഞ തിരക്കാണ് കേട്ടോ ആൾക്കാരുടെ. പയ്യന്മാരൊക്കെ അപ്പൊ ഇവിടെ ഭയങ്കര ക്രൗഡാണ്. ബോച്ച അവിടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ പയ്യന്മാരൊക്കെ വന്നിട്ടുണ്ട്. പേര് പറയണം. ജോഷുവ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? അടിപൊളി വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? ആ ബോച്ചനെ കാണാൻ വന്നാണല്ലേ? അടിപൊളി ഒരുപാട് പയ്യന്മാരുണ്ട്. അപ്പൊ ഗൈസ് നിങ്ങൾ കണ്ടില്ലേ ബോച്ച വന്നപ്പോൾ ഉള്ള തിരക്ക്? ഇതുപോലൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളതായിട്ട് ഇതുവരെ. അമ്മാതിരി ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പിള്ളേരൊക്കെ പൊരിഞ്ഞ ആവേശം കേട്ടോ ബോച്ചനെ കണ്ടപ്പോഴത്തേനും. എന്താ പറയുക, എന്തൊക്കെയാണ് നടന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ മാക്സിമം കാര്യങ്ങളൊക്കെ കാണിച്ചു കേട്ടോ. റോൾസ് റോയ്സിൻ്റെ അടുത്തോട്ട് അടുക്കാൻ പോലും പറ്റില്ല, അമ്മാതിരി തിരക്കാണ്. വണ്ടിയുടെ ഫോട്ടോ എടുക്കാനും ബോച്ചയുടെ ഫോട്ടോ എടുക്കാനും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്ത് നടന്ന ഉദ്ഘാടന മഹാമഹത്തിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ എന്തായാലും എറ ഫർണിച്ചേഴ്സിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ മൊത്തം എല്ലാവരും അറിഞ്ഞു. അതുപോലെ തന്നെ കിടിലൻ ഷോറൂമാണ് കേട്ടോ, 3 നിലയിലായിട്ട് അടിപൊളി ഷോറൂമാണ്. അവർക്ക് സ്വന്തമായ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇത്ര നേരം ഉദ്ഘാടന പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇനി നമുക്കൊന്ന് അകത്തോട്ട് പോവാം. അകത്തോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ ഉദ്ഘാടനവും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. നിറച്ച് ക്യാമറയാണ് കണ്ട, ക്യാമറമാന്മാരൊക്കെ ഒക്കെ പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. ഇവിടെ ബോച്ച കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബോച്ച ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോവാണ് കേട്ടോ. എല്ലാവരും ബോച്ചിനെ കാണാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലായിരുന്നു, സെൽഫി ഒക്കെ എടുക്കാനായിട്ട്. അതൊക്കെ പിള്ളേരൊക്കെ ഇഷ്ടം മാതിരിയാണ്. വണ്ടി പുറകോട്ട് എടുക്കാനുള്ള നിങ്ങൾക്ക് എന്നെ പുറകിൽ നോക്കിയാൽ കാണാം. ഭയങ്കര തിരക്കാണ്. പോവാണ് കേട്ടോ, കാണിച്ചു തരാം കേട്ടോ. രണ്ടാമത്തെ നറുക്കെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട അങ്ങനെ ബോച്ചയ്ക്ക് കൈ കൊടുത്തിട്ടോ. അതേ ബോച്ച പോണുണ്ടോ എൻ്റെ മോനെ, ഒരു രക്ഷയില്ല കേട്ടോ. കാറ് വേറെ ലെവലാണ്. ഇത് പിന്നെ അടിപൊളി. അപ്പോൾ ഒരു രക്ഷയില്ലായിരുന്നു, വേറെ ലെവൽ ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ അകത്ത് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഓണറേട്ടൻ ബിനുചേട്ടൻ്റെ ഷോറൂമാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നെ. ബോച്ച ഒന്ന് ഉദ്ഘാടനം ചെയ്ത്. ചേട്ടാ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു? ആൾക്കാരൊക്കെ കഴിഞ്ഞു. വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുപ്രദേശം കോട്ടപ്പടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു നാട്ടുപ്രദേശമാണ്. ഈ നാട്ടുപ്രദേശത്തിൽ ഇത്രയും ജനങ്ങൾ കൂടുക എന്ന് പറഞ്ഞൊരു ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും ആവശ്യമാണ്. ആകപ്പാടെ പള്ളി പെരുന്നാളിൽ മാത്രം ഇവിടെ ആൾക്കാർ കൂടി. ഇത്രയും ജനം കൂടിയ ഒരു സംഭവം കോട്ടപ്പടി ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണ്. ഈ ബോച്ച എന്നൊരു സംഭവം ഭയങ്കര സംഭവം എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അത്ര ആരാധകരുടെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോറൂമിൽ വരിക, സന്ദർശിക്കുക അല്ലേ? ഇത് ഷോറൂമിൽ ഞങ്ങൾ ആള് മാത്രമല്ല കൂടുന്നത്. ഇത് ഞങ്ങളുടെ ഈ ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ കട്ടില് മുതലടക്കം, സോഫയടക്കം, സ്റ്റീൽ ഫർണിച്ചറടക്കം, അതുപോലെ തന്നെ MDF അടക്കം എല്ലാം പഴയ ആശാരിമാരെ വെച്ച് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അതൊരു തടി ഉണ്ടാക്കുന്നത്, നല്ല തടി ഫർണിച്ചർ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ തടിമില്ലറുത്ത് സീസൺ ചെയ്ത്, തേക്കായാലും ഈട്ടിയായാലും സീസൺ ചെയ്ത് അതിന് ജലാംശം കളഞ്ഞാണ് നമ്മൾ ഫർണിച്ചർ ഉണ്ടാക്കുന്നത്. അത് കാരണം ഞങ്ങൾ 20 വർഷത്തെ ഗ്യാരണ്ടി തരാണ്. 20 വർഷം നിങ്ങൾ ഇന്ന് മുടക്കുന്ന കാശ് എന്ന് നിങ്ങൾ കൊടുക്കുന്നോ അന്ന് ആ കൊടുത്ത് ഞങ്ങൾ തിരിച്ചെടുക്കുന്നതാണ്. അതാണ് ഞങ്ങളുടെ. താങ്ക് യു സോ മച്ച് ചേട്ടാ. നമ്മൾ വീഡിയോ എടുക്കുന്നതിനിടയിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇവിടെ ഉണ്ട്. നേരത്തെ കണ്ട നിർമ്മൽ ബ്രോയും നമ്മുടെ സബ്സ്ക്രൈബറാണ്. അതുപോലെ നമ്മുടെ ബ്രോനെ കിട്ടി പേര് പറ, ആദിത്യൻ. അതാണ് നമ്മളിപ്പോൾ ബസ്സാണ് ചെയ്യണമെങ്കിലും നമ്മുടെ എല്ലായിടത്തും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അല്ലേ? അവരാണ് വീഡിയോ ഒക്കെ കാണണം കേട്ടാ.
അപ്പോൾ എന്തായാലും അതിനൊക്കെ ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് നിർമ്മൽ ബ്രോയിലോട്ട് തന്നെ പോവാം. ഇത്ര നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ബോച്ചെ വന്ന് ഉദ്ഘാടനം ചെയ്ത ഷോറൂമിൻ്റെ അകത്ത് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മളുള്ള നിർമ്മൽ ബ്രോയാണ് അല്ലേ? ബ്രോ സ്റ്റാഫാണ് അല്ലേ? അതെ, ഇവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ എന്തായാലും എറ ഫർണിച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് തന്നെ നിർമ്മൽ ബ്രോനോട് ചോദിക്കാം. എറ ഫർണിച്ചേഴ്സ് ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കോട്ടപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതിപ്പോൾ തന്നെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ഷോറൂം, 15,000 സ്ക്വയർ ഫീറ്റ് തന്നെയാണ്. 3 നിലകളിലാണ്. ഓരോ നിലകളിലും സോഫ, അതുപോലെ തന്നെ ബെഡ്, മേളിൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഇതെല്ലാം ഇവിടുത്തെ ഫാക്ടറിയിൽ തന്നെ നമുക്ക് ഫാക്ടറി ഉണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ഫാക്ടറി. അതെവിടെയായിട്ടാണ് വരുന്നത്? ഇത് ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെ അവിടെ തന്നെ ഫാക്ടറി, നമ്മുടെ തന്നെ പണിക്കാരുണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ ഫർണിച്ചറും ഇവിടെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. 10 വർഷത്തെ വാറണ്ടിയാണ് ഈ ഫർണിച്ചേഴ്സിന് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. 10 വർഷത്തെ വാറണ്ടി കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീസണിങ് ചെയ്തിട്ടുള്ള തടികളാണ് ഇവിടെ കൊടുക്കുന്നത്. അതായത് ഡ്രയറിൽ വെച്ച് ഉണക്കിയ തടികളാണ്. അതുകൊണ്ട് ഈ തടികളൊന്നും കുത്തിപ്പോയില്ല. അത് നമ്മൾ കൊടുക്കണ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ഫർണിച്ചേഴ്സ് എല്ലാം തന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. പ്ലാസ്റ്റിക് ഐറ്റംസ്, ബെഡ് മുഴുവൻ, ബാക്കിയുള്ള എല്ലാ ഫർണിച്ചറും ഇവിടുത്തെ പണിക്കാർ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഒരു പ്രത്യേകതകളും കൃത്യതകളും എല്ലാം ഇതിനകത്ത് കാണാൻ സാധിക്കും. എന്തായാലും നിങ്ങളോട് എനിക്ക് പറയാനുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ 3 നിലകളിലായിട്ട് ഇവർ അറേഞ്ച് ചെയ്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താഴെ വരികയാണ് നമ്മുടെ സെറ്റി കാര്യങ്ങൾ അല്ലേ? സോഫ സെറ്റി കാര്യങ്ങൾ. അതിൻ്റെ മുകളിൽ വരികയാണ് ബെഡ്, പല മോഡലും പല റേറ്റിൽ വരുന്ന ബെഡുകൾ കാര്യങ്ങൾ. അതിൻ്റെ മുകളിൽ വരികയാണെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സോഫ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ്, ചെയർ, അലമാരി, എല്ലാ ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഇവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ആവശ്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. എന്താ പറയുക, എക്സ്ക്ലൂസീവ് ഷോറൂമാണ് ദക്ഷിണേന്ത്യയിൽ തന്നെ അല്ലേ? അത് വലിയൊരു ഷോറൂമിൽ ഒന്നാണ്. അപ്പോൾ ബോച്ചയൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ബോച്ച വന്ന് ഇവിടെ വൻ എന്താ പറയുക, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഫോട്ടോ എടുക്കാൻ പോലും നമുക്ക് എന്തായാലും പറ്റിയിട്ടില്ല. അപ്പോൾ നിർമ്മൽ ബ്രോ, നേരത്തെ നമുക്ക് 2 ഷോറൂം ഉണ്ടായിരുന്നു. അതെവിടെയായിരുന്നത്? ഈ പരിസരത്ത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളിലോട്ട് എത്തിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഉദ്ഘാടന വീഡിയോയാണ്. അപ്പോൾ മാക്സിമം കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അമ്മാതിരി റഷായിരുന്നു. ഞാൻ ഇതുവരെ ഇത്ര പണിയെടുത്തൊരു വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ബ്രോ താങ്ക് യു സോ മച്ച്. കാരണം എന്താ ഈ ഇങ്ങനെ ഒരു ഷോറൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ വന്ന് എന്തായാലും ഒരാൾ വിസിറ്റ് ചെയ്യേണ്ടതാണ്. കാര്യം എന്ത് സംഭവമാണ് അല്ലേ? ഒരു കുടുംബത്തിന് വേണ്ട ഫർണിച്ചറുകളെല്ലാം അല്ലേ? അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല, നമ്മൾ പറയണില്ല കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്ക് പോയി കാണിക്കാനൊന്നും പറ്റില്ല. എന്തായാലും നിങ്ങൾ വന്ന് തന്നെ അല്ലേ, എല്ലാവരും വന്ന് തന്നെ കാണുക, ഇഷ്ടമുള്ള ഐറ്റംസ് വാങ്ങുക കേട്ടോ. അപ്പോൾ അത്രയും വിശേഷങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്തൊരു കിടിക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം. ബൈ.